ഹായ് ഗായ്സ്, 35,000 ടൺ കടല ലോഡ് ചെയ്യാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീണ്ട 15 ദിവസത്തെ വോയേജിന് ശേഷം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ ലോഡ് ചെയ്യുന്നത് കടലയാണ്. എങ്ങനെയാണ് ഇവർ ലോഡർ ഉപയോഗിച്ച് കടല ലോഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലോഡറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സാധാരണ ലോഡറുകൾ കാർഗോ ഹോൾഡിൻ്റെ 4 സൈഡും ഈക്വലായിട്ട് ലോഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇവിടെ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഒരു സ്ഥലത്ത് മാത്രം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാർഗോ വന്ന് ഹോൾഡിൻ്റെ 1 സൈഡിൽ മാത്രമേ വീഴുകയുള്ളൂ. അങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ് ഒരു സൈഡിലേക്ക് ലിസ്റ്റായി പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ കാർഗോ ഹോൾഡിൻ്റെ 4 സൈഡും ഷിപ്പ് ക്രെയിൻ ഉപയോഗിച്ച് ഈക്വലായിട്ട് കാർഗോ ഫില്ല് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. മണിക്കൂറിൽ 350 മുതൽ 400 ടൺ കാർഗോ വരെ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലോഡറാണ് നിങ്ങൾ ഈ കാണുന്നത്. മറ്റു പോർട്ടുകളിൽ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോഡറാണ് ഈ പോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാധാരണ കാർഗോ യാർഡിൽ നിന്നും കൺവെയർ ബെൽറ്റ് വഴി ലോഡർ ത്രൂ ഷിപ്പിലേക്ക് കാർഗോ എത്താറാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ജെട്ടിയിൽ ട്രക്ക് എത്തുന്നു. ട്രക്കിൽ നിന്നും ഈ ലോഡർ കാർഗോ സക്ക് ചെയ്ത് ഈ കൺവെയർ ബെൽറ്റ് വഴി ഷിപ്പിലേക്ക് കാർഗോ എത്തുന്നത്. 16 മുതൽ 20 മണിക്കൂറോളം സമയമെടുത്താണ് ഇവർ ഓരോ ഹോൾഡുകളും ഫില്ല് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും കടലയുമായിട്ട് നമ്മൾ പോകുന്നത് മറ്റങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് തന്നെയാണ്. ഏകദേശം 20 മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു ഹോൾഡ് ഫില്ലായിരിക്കുകയാണ്. ബാക്കിയുള്ള ബ്രിസ്ബെയിൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതും വരെ ബൈ ബൈ.